സ്വദേശ് ദർശൻ 2.0 പദ്ധതിയിലുള്ള ആലപ്പുഴ എ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് പദ്ധതി സെപ്റ്റംബറിൽ പൂർത്തിയാക്കാൻ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് കെ.സി. വേണുഗോപാൽ എം.പിയും ടൂറിസം മന്ത്രി പി.സി. വിഷ്ണുനാഥും ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും ബീച്ചിലെ നിർമ്മാണ സ്ഥലങ്ങൾ സന്ദർശിച്ചു. സ്വദേശ് ദർശൻ 2 പദ്ധതിയിലുള്ള ആലപ്പുഴ എ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് പദ്ധതി സെപ്റ്റംബറിൽ പൂർത്തിയാക്കാൻ തീരുമാനമായി. കെ.സി. വേണുഗോപാൽ എം.പിയും ടൂറിസം മന്ത്രി പി.സി. വിഷ്ണുനാഥും ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും ഇത് സംബന്ധിച്ച് ആലപ്പുഴ ബീച്ചിലെ നിർമ്മാണ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. കേന്ദ്ര പദ്ധതിയായ സ്വദേശ് ദർശന്റെ ആലപ്പുഴയിലെ പുരോഗതിയാണ് വിലയിരുത്തിയത്. ലോക നിലവാരത്തിലുള്ള ജലവിനോദ സഞ്ചാര കേന്ദ്രമെന്ന ആലപ്പുഴയുടെ സ്വപ്നങ്ങൾക്ക് കുതിപ്പേകുന്ന പദ്ധതി ഏറെ പ്രയത്നിച്ചാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. പദ്ധതിക്ക് പ്രാധാന്യം നൽകി സെപ്റ്റംബറിൽ പൂർത്തിയാക്കാനും നിർദ്ദേശിച്ചു. ജില്ലയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളായ ആലപ്പുഴ ബീച്ച്, കനാൽ തീരങ്ങൾ, അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ എന്നിവയെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. ജൂണിൽ തീരേണ്ട പദ്ധതി വൈകിപ്പിക്കാൻ കഴിയില്ലെന്നും നടത്തിപ്പ് ഏജൻസികളായ ഇൻകലും ULCCയും ഒരേ സമയം ജോലികൾ മുന്നോട്ട് കൊണ്ടുപോയി പദ്ധതി പൂർത്തിയാക്കണമെന്നും എം.പി. നിർദ്ദേശിച്ചു. ആലപ്പുഴ എ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് പദ്ധതി പണി പൂർത്തിയാക്കിയാൽ അടുത്ത ടൂറിസം വകുപ്പിന്റെ ബീച്ച് ഫെസ്റ്റ് മികച്ച രീതിയിൽ സംഘടിപ്പിക്കുവാൻ കഴിയുമെന്ന് ടൂറിസം മന്ത്രി വിഷ്ണുനാഥ് പറഞ്ഞു. ടൂറിസം പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടത് ജില്ലയുടെ പുരോഗതിക്ക് അനിവാര്യമാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും പറഞ്ഞു. ജില്ലാ കളക്ടർ ഷാജി വി നായർ, നഗരസഭാ ചെയർപേഴ്സൺ മോളി ജേക്കബ്, കൗൺസിലർമാരായ എം നൌഫൽ, അഡ്വക്കേറ്റ് ആർ ജോഷിരാജ്, ടൂറിസം വകുപ്പ് സെക്രട്ടറി കെ ബിജു, അഡീഷണൽ ഡയറക്ടർ ശ്രീ ധന്യ സുരേഷ് തുടങ്ങിയവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിലും സന്ദർശനത്തിലും പങ്കാളികളായി. സി.ഡി നെറ്റ് ന്യൂസ്, കായംകുളം.